മധു, യഥാർത്ഥത്തിൽ 7:30 മണിക്ക് ഇദ്ദേഹം അമേരിക്കയെ അഭിസംബോധന ചെയ്യുമെന്നാണല്ലോ വാർത്ത വരുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ സുരക്ഷയ്ക്ക് പോലും അപകടകരമായ രീതിയിൽ അദ്ദേഹം ചില ചടുലമായ നീക്കങ്ങൾ നടത്തുമെന്ന് ശ്രീ ടി.പി. ശ്രീനിവാസൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. കാര്യം പാകിസ്ഥാനെ കൂടി ഒരു മിലിറ്ററി അലയാക്കി കൂടെ നിർത്തി ഇന്ത്യയെ കാര്യങ്ങൾ അവരുടെ വരുതിയിലാക്കാനുള്ള അമേരിക്കയുടെ പുതിയ നീക്കം ഒരുപക്ഷെ ഇന്ത്യൻ സുരക്ഷയ്ക്ക് തന്നെ വലിയ അപകടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ടി.പി. ഒരുപാട് കാലം അമേരിക്കൻ രാഷ്ട്രീയവും അതുപോലെ അമേരിക്കൻ പൊളിറ്റിക്സും മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും ഒരുപാട് ദീർഘദർശിത്വം നിറഞ്ഞതാവും എന്ന സംശയമില്ല. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് മധു? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. അംബാസിഡർ ടി.പി. ശ്രീനിവാസൻ സാറ് പറഞ്ഞതിനോട് ചേർത്ത് വെച്ച പറയേണ്ടിയ കാര്യം, നമ്മൾ ഈ ഇസ്രയേൽ ആക്രമണത്തിന്റെ പേജുകൾ പുറകോട്ട് മറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇതിൽ ഒരു വിപുലമായ ഒരു തയ്യാറെടുപ്പ് നടത്തിയെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടായിരിക്കാം ഇന്ത്യ പോലെ ഒരു അടുത്ത സുഹൃത്ത് ഉണ്ടായിട്ട് പോലും പാകിസ്ഥാനിൽ നിന്നുള്ള അവരുടെ പ്രതിനിധി അമേരിക്കയുടെ ഈ 250-ാം വാർഷിക സൈനിക മിലിറ്ററി പരേഡിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണിതാവായിട്ട് എത്തുന്നു. ഡൊണാൾഡ് ട്രംപ് G7 ഉപേക്ഷിച്ച് പോകുന്നു. ഈ പാകിസ്ഥാന്റെ പ്രതിനിധിയെ ഇവിടെ കൊണ്ടുവരുന്നതിന്റെ പ്രധാന കാരണം അമേരിക്കയെ ആശങ്കപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു ആണവ പിന്തുണ ഇറാന് ഇത്തരം ഒരു വിഷയത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ഒരുപക്ഷെ അത് തടയാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഡൊണാൾഡ് ട്രംപ് അത്തരം ഒരു നീക്കം നടത്തിയത്. അതുമാത്രമല്ല, യുക്രൈൻ യുദ്ധത്തിൽ പുടിനുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു ലൈൻ പുനഃസ്ഥാപിക്കുകയും ഡൊണാൾഡ് ട്രംപ് ചെയ്തു. കാര്യം റഷ്യയും ഇറാനുമായിട്ട് അലൈൻ ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല SKN, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ സിറ്റുവേഷൻ റൂം അല്ലെങ്കിൽ വാർ റൂം, വൈറ്റ് ഹൗസിന്റെ ബേസ്മെന്റിലുള്ള ഈ വാർ റൂമിൽ ഡൊണാൾഡ് ട്രംപ് നിരവധി മണിക്കൂറുകൾ ചെലവഴിച്ചു എന്നായിരുന്നു. തന്നെയുമല്ല, ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാം എപ്പോഴും പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകളായിരുന്നു പരത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 48 മണിക്കൂർ മുമ്പ് ഡൊണാൾഡ് ട്രംപ് സിറ്റുവേഷൻ റൂമിലെ ഒരു സുപ്രധാന യോഗത്തിൽ നിന്ന് തിരികെ വൈറ്റ് ഹൗസിന്റെ പുൽത്തകടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അവിടെ പുതുതായിട്ട് പണിയുന്ന അമേരിക്കൻ ഫ്ലാഗ് പോൾ, പതാക ഉയർത്താനുള്ള ഫ്ലാഗ് പോളിനെ പറ്റിയാണ് സംസാരിച്ചത്. അത് മാത്രമല്ല, ഈ 2 ആഴ്ച സമയം കൊടുക്കുന്നു, ഒരു തീരുമാനമെടുക്കാം എന്ന് സാധാരണ നിലയ്ക്ക് ഡൊണാൾഡ് ട്രംപ് പറയേണ്ടിയ ഡൊണാൾഡ് ട്രംപ് അത് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കാരവിൻ ലെവിറ്റിനെയും കൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് പറയിപ്പിച്ചത്. അതായത് ഉത്തരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. തന്നെയുമല്ല, വാരാന്ത്യത്തിൽ അദ്ദേഹം സാധാരണ നിലയ്ക്ക് മഴയിലഗോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതി ഫ്ലോറിഡയ്ക്ക് പോകുന്നതിന് പകരം വാഷിംഗ്ടന്റെ തൊട്ടടുത്ത് ന്യൂജേഴ്സിയിലാണ് ഇന്നലെ വന്നത്. ഇന്ന് തിരിച്ച് സിറ്റുവേഷൻ റൂമിലേക്ക് മടങ്ങിപ്പോവുകയും 6 മണിക്ക് സിറ്റുവേഷൻ റൂമിൽ മീറ്റിംഗ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് അതിനു മുമ്പ് തന്നെ എത്തി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും CIA തലവനും ഒക്കെ ഉൾപ്പെടെ ഈ ബോംബ് വർഷിക്കുന്ന രംഗങ്ങൾ നേരിട്ട് വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു SKN. മധു, അവിടെ തന്നെ തുടരുക. BP ജെയിംസ് വീണ്ടും ചേരുന്നു. BP ജെയിംസ്, എന്തായാലും ഈ പ്രഭാതം സമാധാനകാംക്ഷികൾക്ക് വലിയൊരു സംശയവും അതുപോലെ ഉത്കണ്ഠയും ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാര്യം ഈ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളൊക്കെ ഈ യുദ്ധത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചാൽ പുതിയൊരു ലോകയുദ്ധത്തിൻ്റെ തിരശ്ശീല ഉയർത്തുന്നതാവും. അത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ സാഹചര്യത്തിൽ നമ്മുടെ അംബാസിഡർ പറഞ്ഞ പോലെ പോകില്ല എങ്കിൽ പോലും വളരെ ഉത്കണ്ഠപ്പെടുന്ന സാഹചര്യം ലോകരാജ്യങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും SKN, ഇതൊരു വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പക്ഷേ റഷ്യയും ചൈനയും എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അവരിതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 3 ആണവ കേന്ദ്രങ്ങളിലും ഞങ്ങൾ ബോംബ് ചെയ്തു, എല്ലാം തരിപ്പണമാക്കി. അവിടുത്തെ B-2 ബോംബർ വിമാനങ്ങൾ എല്ലാം അവിടെ നിന്ന് സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളെല്ലാം ഇറാന്റെ ആകാശ അതിർത്തി കടന്ന് പോയിരിക്കുന്നു. ഒരു വിമാനത്തിന് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ഇറാന്റെ 3 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി മടങ്ങിയെന്നാണ്. ഇറ്റ് വാസ് സക്സസ്ഫുൾ, വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഫോൾ ഔട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് SKN. പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് SKN 40,000 സൈനികരുണ്ട് ഈ ഇറാന് ചുറ്റുമുള്ള കേന്ദ്രങ്ങളിൽ. അതിൽ ഇറാഖിൽ 2,500 ഗൾഫ് രാജ്യങ്ങളിൽ, സൗദിയിൽ, UAE അവരുടെ വ്യോമസേനയും സൈനികരുമുണ്ട്. അറബിക് കടലിലുണ്ട്. എല്ലാം അടക്കം 40,000 സൈനികരുണ്ട്. ഒരുപക്ഷെ ഇറാൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുന്നത് ഏറ്റവും അടുത്ത് ഇറാഖിലേക്കാണ്. കഴിഞ്ഞ തവണ അവരുടെ സൈനിക തലവനെ ആക്രമിച്ചപ്പോൾ തിരിച്ചടിച്ചത് ആ ബേസിലേക്കായിരിക്കും ആദ്യ തിരിച്ചടി വരിക. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറേ പേരെ നേരത്തെ ഒഴിപ്പിച്ചു കൊണ്ടുപോയിരുന്നു. സൈനികരല്ലാത്ത ആൾക്കാരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിയാൻ പറഞ്ഞത് തന്നെ ഇതിൻ്റെ സൂചനയായിട്ട് കാണേണ്ടി വരും.
അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ഖത്തറിലുണ്ട്. ഖത്തറിൽ അമേരിക്കയുടെ സേനാത്താവളമുണ്ട്. ഈ സേനാത്താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ ഇറാഖിൽ അടിക്കാനാണ് സാധ്യതയുള്ളത്. ഒരുപക്ഷെ ഇവിടെ പറഞ്ഞ പോലെ TP ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മിണ്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതായിരിക്കില്ല എന്നാണ്. കാരണം ഒളിവിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി. അപ്പോൾ അദ്ദേഹം എന്ത് വില കൊടുത്തും അടിക്കുമെന്നുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ വിദേശകാര്യമന്ത്രി ആയിട്ടുള്ള അബ്ബാസ് അറഗാച്ചി അദ്ദേഹം തുർക്കിയിലാണ്. തുർക്കിയിൽ ഇന്ന് രാവിലെ അഭിസംബോധന ചെയ്യാനിരിക്കുകയായിരുന്നു പത്രസമ്മേളനത്തിൽ. അവിടുത്തെ എർദോഗാനുമായിട്ട് ചർച്ച നടത്തി. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ എന്ത് പറയുമെന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുകയാണ്. 7:30 മണിക്ക് ഇന്ത്യൻ സമയം 7:30 മണിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു. ആ തരത്തിൽ SKN ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ റഷ്യയും ചൈനയും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈനയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. കാര്യം ചൈനയുടെ ഏറ്റവും കൂടുതൽ വ്യാപാര പങ്കാളിയായിട്ടുള്ള ആളാണ് ഇറാൻ. ഇറാൻ എന്ന രാജ്യത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ വരുന്നത് ചൈനയിലേക്ക്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള പിന്തുണക്കാരാണ് ഇറാൻ. കാരണം ഇറാനിൽ നിന്നാണ് 10,000-കണക്കിന് ഡ്രോണുകൾ റഷ്യയ്ക്ക് ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി അയച്ചു കൊടുത്തത്. അത്ര അടുത്ത ബന്ധമുള്ള രണ്ട് രാജ്യങ്ങൾ മിണ്ടാതിരിക്കുമോ? മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യും? ഗൾഫ് രാജ്യങ്ങളുടെ സമ്മേളനം തുർക്കിയിലെ ഇസ്താൻബുളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതാണ്ട് 60ഓളം രാജ്യങ്ങൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്ന പേരിലുള്ളതിലാണ്. അവിടെയാണ് തുർക്കിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിൽ ഒരു തീരുമാനം അവർ പ്രഖ്യാപിക്കും. എന്തായാലും ഇറാനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. പക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെതിരാണ്. അവർ പ്രതികരിക്കുമോ? ചിലപ്പോൾ ഒരു പക്ഷേ അതിൽ പ്രതികരിച്ചാലും അവരൊരു ആക്ഷനിലേക്കൊന്നും ഗൾഫ് രാജ്യങ്ങൾ വരുമെന്ന് തോന്നുന്നില്ല. SKN. താങ്ക് യു PB ജെയിംസ്.